ഡൽഹിയിലെ തോൽവിയോടെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ AAPയിൽ നിന്നും പുറത്തു വരികയാണ്. AAP എന്നാൽ BJPയെയോ കോൺഗ്രസിനെയോ പോലെ വിശാലമായ അടിവേരുകളും അനവധി നേതാക്കളുമുള്ള ഒരു പാർട്ടിയല്ല. AAP സമം അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ ഇല്ലാത്ത AAP എന്നത് ഏത് സമയവും നശിച്ച് ഇല്ലാതാകും. അത് മുന്നിൽ കണ്ടുകൊണ്ട് ചില തീരുമാനത്തിലേക്ക് കടക്കുന്ന സൂചനകൾ ലഭിക്കുകയാണിപ്പോൾ. അതായത് ഡൽഹിയിൽ തോറ്റ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിൽ മുഖ്യമന്ത്രിയാകുമെന്ന് കോൺഗ്രസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പഞ്ചാബിലെ കോൺഗ്രസ് നേതൃത്വമാണ് ഈ പ്രവചനവുമായി രംഗത്തെത്തിയത്. വെറും പ്രവചനമല്ല പറയാൻ കാരണം, പഞ്ചാബ് നിയമസഭയിൽ ഒഴിവുള്ള ഒരു സീറ്റും ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രസ്താവനയും രണ്ടും കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ വെളിപ്പെടുത്തൽ ഏറെ ചർച്ചയാവുകയാണ്. അതായത് പുതിയ സാഹചര്യത്തിൽ AAP സംസ്ഥാന അധ്യക്ഷൻ അമൻ അറോറ ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു പ്രസ്താവന പ്രസക്തമാണ്. അതിങ്ങനെയായിരുന്നു: ഒരു ഹിന്ദുവിനും വേണമെങ്കിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയാവാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സാധാരണ പഞ്ചാബിൽ സിഖ് മതത്തിൽപ്പെട്ടവരാണ് മുഖ്യമന്ത്രിയാവുക. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നയാളുടെ കഴിവ് മാത്രമാണ് തങ്ങൾ നോക്കുക എന്നും അതാണ് പ്രധാനമെന്നും അതിനെ ഹിന്ദു സിഖ് എന്ന കണ്ണിലൂടെ നോക്കി കാണേണ്ട എന്നുമാണ് സംസ്ഥാന AAP അധ്യക്ഷൻ പറഞ്ഞത്. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ദിവസങ്ങൾ മാത്രം മുമ്പുള്ള ഈ പ്രസ്താവനയ്ക്ക് കെജ്രിവാളിനെ പഞ്ചാബ് മുഖ്യമന്ത്രി കസേരയിൽ എത്തിക്കാൻ AAP നേതൃത്വത്തിന്റെ വഴിയൊരുക്കലായി കാണേണ്ടി വരും. അതാണ് കോൺഗ്രസ് പറയുന്നത്. കൂടാതെ സിറ്റിംഗ് AAP MLA മരണത്തെ തുടർന്ന് ലുധിയാനയിലെ നിയമസഭാ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണിപ്പോൾ. അത് കെജ്രിവാളിന് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ സൗകര്യപ്രദമാണ് എന്നാണ് കോൺഗ്രസ് നേതാവും പഞ്ചാബിലെ പ്രതിപക്ഷ നേതാവുമായ പ്രതാപ് സിംഗ് ബജ്വയെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ മറ്റൊരു സംസ്ഥാനത്തെ താമസക്കാരന് പഞ്ചാബിൽ മുഖ്യമന്ത്രിയാകുന്നതിന് അത്ര പെട്ടെന്ന് കഴിയില്ല എന്നാണ് ഇന്ത്യൻ നിയമം പറയുന്നതെന്ന് തോന്നുന്നു. വോട്ടുകൾ മാറ്റുകയും താമസം മാറുകയും ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ പെട്ടെന്ന് കഴിയും എന്നാണ് അറിയുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു നിർബന്ധം പിടിച്ച് അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലേക്ക് വന്നാൽ പഞ്ചാബിലെ AAP തകർന്ന് തരിപ്പണമാകുമെന്നും കോൺഗ്രസ് ചില കണക്കുകൾ ഉദ്ധരിച്ച് വിലയിരുത്തുന്നു. കാരണം ഡൽഹി നേതൃത്വവും പഞ്ചാബ് നേതൃത്വവും എപ്പോഴും കലഹത്തിലായിരുന്നു AAPയിൽ. ഡൽഹി AAP നേതൃത്വത്തിനെതിരെ പഞ്ചാബിലെ പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് നിരന്തരം. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനിന്റെ നേതൃത്വത്തിലെ ഡൽഹി നേതൃത്വത്തിനെതിരെ എപ്പോഴും കലഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. വ്യാപകമായി AAP MLA ഇതുവഴി പാർട്ടി വിടാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന് കിട്ടിയ വിവരം. അതാണ് തങ്ങൾക്ക് ലഭിച്ച വിവരമെന്ന് പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തുകയുണ്ടായി. ഡൽഹിയിലെ തോൽവിക്ക് പിന്നാലെ പഞ്ചാബിലെ AAPയിൽ പിളർപ്പുണ്ടാകുമെന്നാണ് ഗുരുദാസ്പൂർ MP സുഖ്ജിന്ദർ സിംഗ് രന്ധാവ വ്യക്തമാക്കിയത്. പഞ്ചാബ് ഇടക്കാല തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കണമെന്ന് വരെ ചില നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. കാരണം AAPയുടെ തകർച്ച അത്രയ്ക്കും വലിയ രീതിയിലേക്ക് പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. AAPയുടെ ഒരു പിടി MLA കുറഞ്ഞത് 35 MLA AAP വിട്ട് മറ്റു പാർട്ടികളിൽ ചേക്കേറാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ളതാണ് പഞ്ചാബിൽ നിന്നുള്ള വിവരം. അത് അരവിന്ദ് കെജ്രിവാളിന്റെ പോക്കോടുകൂടി യാഥാർത്ഥ്യമാക്കാനാണ് സാധ്യത. കാരണം BJP ഇല്ല പഞ്ചാബിൽ കൂടുതലായി. അവിടെ പ്രതിപക്ഷത്ത് കോൺഗ്രസ് ആണ്. ഒരുപക്ഷെ കോൺഗ്രസ് മനസ്സ് വച്ചാൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ AAP MLA പോകാൻ സാധ്യത കൂടുതലെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് ബജ്വയും പുറത്തുവിട്ടിരിക്കുന്ന രഹസ്യം. ഡൽഹിയിലെ പരാജയത്തോടുകൂടി സംഭവിക്കാൻ പോകുന്നത് ഇതേ തരത്തിൽ പഞ്ചാബിൽ AAP നടത്തിയ അഴിമതികൾ കൂടി പുറത്തു വരുവാൻ പോകുന്നു എന്നുള്ളതാണ്. കെജ്രിവാൾ പഞ്ചാബിലേക്ക് മാറുന്നത് തമാശയായി പറയുന്നതല്ല. അതായത് കെജ്രിവാൾ ഇല്ലാത്ത ഒരു AAP നേതൃത്വം തമ്മിൽ തല്ലി മരിക്കും. പഞ്ചാബിലെ ഭരണം തന്നെ ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെടാം. അതാണ് കെജ്രിവാളിനെ അവർ ആഗ്രഹിക്കുന്നത് ചില AAP നേതാക്കൾ. എന്നാൽ കെജ്രിവാളിന്റെ സ്ഥാനം ഇനി ജയിലിലാണെങ്കിൽ അതിന് സാധ്യതയില്ല. ഒന്നുകിൽ കെജ്രിവാൾ പഞ്ചാബിലേക്ക്, അല്ലെങ്കിൽ AAP വട്ടപൂജ്യത്തിലേക്ക്. ഇന്നലെ വരെ എല്ലാവരെയും പരിഹസിച്ചുകൊണ്ടിരുന്ന AAPയുടെ ഇനിയുള്ള ദിവസങ്ങൾ ഒരൽപ്പമല്ല ഒട്ടനവധി ദൂരം സങ്കീർണത നിറഞ്ഞതു തന്നെയാകും എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വാർത്ത.